ഹായ് കൂട്ടുകാരെ, സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേജ് നമ്പർ 51 ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇൻ ഓൾ ത്രീ പിക്ചേഴ്സ് ഗിവൺ ബിലോ, O is the center of the circle and A, B, C are the point on the circle. In each, calculate all the angles of triangle ABC and OBC. ചുവടെയുള്ള മൂന്ന് ചിത്രങ്ങളിലും ഒ വൃത്തകേന്ദ്രവും എ ബി സി വൃത്തങ്ങളുടെ ബിന്ദുക്കളുമാണ്. ഓരോന്നിലും എ ബി സി ഒ ബി സി എന്ന ത്രികോണങ്ങളിലെ കോണുകളെല്ലാം കണക്കാക്കുക. സോ നമുക്കിവിടെ മൂന്ന് ചിത്രം തന്നിട്ടുണ്ട്. മൂന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൽ ഓരോന്നും ട്രയാങ്കിൾ എടുത്തിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ഉണ്ട്, ഒ ബി സി എന്ന് പറയുന്നത് ഈ ട്രയാങ്കിൾ ഉണ്ട്. ഈ ട്രയാങ്കിൾസിലെ എല്ലാ ആംഗിൾസും ആണ് എന്ത് ചെയ്യാനുള്ളത്, കണ്ടുപിടിക്കാനുള്ളത്. സംഭവം വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കാറുള്ളൊരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഓക്കെ, സോ ഒന്നാമത്തെ ചിത്രം ഞാനിത് അവിടെ താഴെ വരച്ചേക്കുവാണ്. അവർ പറഞ്ഞിട്ടുണ്ട് ഒ എന്ന് പറയുന്നത് എന്താണ്, സർക്കിളിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. എ ബി സി എന്ന് പറയുന്നത് എന്താണ്, മൂന്നും സർക്കിളിലുള്ള പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് പറഞ്ഞേക്കുന്നത് എ ബി സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും അതുപോലെ തന്നെ ഒ ബി സി എന്ന് പറയുന്ന ഈ ഒരു ട്രയാങ്കിളും. ഓക്കെ, ഇതിലെ രണ്ടിലെയും എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ആംഗിൾസ് നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഒ എന്ന് പറയുന്നത് നമുക്കറിയാം സെൻറ്റർ ആണെന്നും അതുപോലെ എ ബി സി എന്ന് പറയുന്നത് സർക്കിളിലുള്ള പോയിന്റ്സ് ആണെന്ന് അറിയാം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ സർക്കിൾ ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ എന്തായിരിക്കും, ഇരട്ടിയായിരിക്കും എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നോക്കി, ഇവിടെ ഈ സെൻട്രലിലുള്ള ഈ ആംഗിളും നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, തന്നിട്ടില്ല. തന്നിരുന്നെങ്കിൽ നമുക്ക് ആംഗിൾ കണ്ടുപിടിക്കായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് ഇതാ, ഇവിടെ എ ബി ഒ എന്ന് പറയുന്ന ആംഗിൾ എത്രയാണ്, 20 ആണ് തന്നിട്ടുണ്ട്. അതുപോലെ എ സി ഒ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, 30 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം എന്ത് ജോയിൻ ചെയ്യാണ്, എ ഒ എന്ന് പറയുന്ന ഒരു പോയിന്റിലോട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജോയിൻ ചെയ്യാണ്. ഓക്കെ, ഞാനത് ജോയിൻ ചെയ്ത് കൊടുത്തു, എഴുതുവാണ് ജോയിൻ എ ഒ. എന്തിനാന്നുള്ളത് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ജോയിൻ എ ഒ. ഓക്കെ, ഇനി നിങ്ങൾ ട്രയാങ്കിൾ എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, എ ഒ ബി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ അതിൽ ഒ എയും ഒ ബിയും എന്താണ്, ഈക്വലാണ്. ഒ എയും ഒ ബിയും ഈക്വലാണ്. എന്തുകൊണ്ടാണ്, സെയിം സർക്കിളിൻ്റെ തന്നെ റേഡിയസ് അല്ലേ ഈ ഒ എയും ഒ ബി എന്ന് പറയുന്നത്. നോക്കിയതാ, ഇത് റേഡിയസ് ആണ്, ഇതും റേഡിയസ്. സോ ഇതൊരു എന്ത് ട്രയാങ്കിളായി, ഐസോസിലസ് ട്രയാങ്കിളായി. ഐസോസിലസ് ട്രയാങ്കിൾ ആയിക്കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ ബേസ് ആംഗിൾസ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ഈ ഒ എയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് 20, അങ്ങനെയാണെങ്കിൽ ഒ ബിയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നത് എന്തായിരിക്കും, 20 ആയിരിക്കണം, കാരണം രണ്ടും എന്താണ്, ഈക്വൽ ആണ്. സോ ഞാൻ എഴുതി വെച്ചു, ഒ ബി ഈസ് ഈക്വൽ ടു ഒ എ. എന്തുകൊണ്ടാണ്, റേഡിയസ് ആണ് അല്ലേ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ ആംഗിൾ എ ബി ഒ ഈക്വൽ ടു ആംഗിൾ ഒ എ ബി ഈക്വൽ ടു 20. എന്തുകൊണ്ടാണ് നമുക്ക് ആംഗിൾ കിട്ടി, 20 എന്ന് പറയുന്ന ആംഗിൾ ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ടല്ലേ. ഓക്കെ, സോ ഇനി അതേപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യാണ് വേറൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. ട്രയാങ്കിൾ എ ഒ സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണം. അതിൻ്റെയും നോക്കിക്കഴിഞ്ഞാൽ റേഡിയസ് എന്തായി, സെയിം ആയി. ഏതൊക്കെയാണ് റേഡിയസ്, ഒ സി ഈക്വൽ ടു ഒ എ എന്ന് പറയുന്നത് എന്താണ്, റേഡിയസ് ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അത് ഐസോസിലസ് ട്രയാങ്കിൾ ആയില്ലേ, ആ ട്രയാങ്കിളിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആവില്ലേ. സോ ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആവും, ഒ സി എ എന്ന് പറയുന്ന ആംഗിൾ ഈക്വൽ ടു ഒ എ സി എന്ന് പറയുന്ന ആംഗിൾ എത്രയായിരിക്കും, 30 ആയിരിക്കും അല്ലേ. ഒ സി എന്ന് പറയുന്നത് നമുക്ക് എത്രയും തന്നിട്ടുണ്ട്, 30 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒ എ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും, 30 ആയിരിക്കും. ഓക്കെ, സോ ഈ ആംഗിൾ 20 എന്നും ഈ ആംഗിൾ 30 എന്നും കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ആംഗിൾ കണ്ടുപിടിച്ചുകൂടെ നമുക്ക്. എങ്ങനെ കണ്ടുപിടിക്കാം, ആംഗിൾ ബി എ സി എന്ന് പറയുന്ന ആ വലിയ ആംഗിൾ എത്രയായിരിക്കും, 20 പ്ലസ് 30 ഈസ് ഈക്വൽ ടു എത്ര നീട്ടി, 50 നീട്ടി. ഓക്കെ, സോ ആ നടുവിലെ ആ വലിയ ആംഗിൾ, അതായത് എ എന്ന് പറയുന്ന വലിയ ആംഗിൾ, അതായത് ബി എ സി എന്ന് പറയുന്ന വലിയ ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിരുന്നത്, ആ രണ്ടെണ്ണം കൂടെ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിച്ചു. അത് രണ്ടും കൂടെ എന്ത് ചെയ്തു, ആഡ് ചെയ്തു. ഇനി ആ ആംഗിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സെൻട്രൽ ആംഗിൾ കണ്ടുപിടിച്ചൂടെ. ഏതാ സെൻട്രൽ ആംഗിൾ, പേര് എഴുതുവാണ്, ആംഗിൾ ബി ഒ സി എന്ന് പറയുന്ന സെൻട്രൽ ആംഗിൾ എന്തായിരിക്കും,
50ൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ, മുകളിൽ ഉണ്ടാവുന്നതിൻ്റെ ഇരട്ടിയാണല്ലോ താഴെ വരുന്നത്. സോ എത്രയായിരിക്കും അത് 50 × 2 = 100 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ താഴത്തെ ട്രയാങ്കിളിലെ രണ്ട് ചെറിയ ആംഗിൾസും കൂടെ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം എന്താണ് ഒ ബി എന്ന് പറയുന്നതും ഒ സി എന്ന് പറയുന്നതും റേഡിയസ് ആണ് അല്ലേ. സോ ഒ ബി ഈക്വൽ ടു ഒ സി. സോ അതെന്തായി മാറി? റേഡിയസ് ഈക്വൽ ആണ്. അതുകൊണ്ട് അതെന്തായി? ഐസോസെലസ് ആയി. അപ്പോൾ ബേസ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ട്രയാങ്കിൾ ബി ഒ സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ, ബി ഒ സി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് എന്തുണ്ട്? നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരാംഗിൾ 100 പോയി. അപ്പോൾ ബാക്കി രണ്ട് ആംഗിളും കൂടി എത്ര ആയിരിക്കണം? ബാക്കി എത്ര ഉണ്ടാവും? മൊത്തം 180 അല്ലേ. 180 മൈനസ് 100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 80 ആണ് അല്ലേ. ഈ 80 എന്തായിരിക്കണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ 80 നമ്മൾ എന്താക്കണം? പകുതിയാക്കണം. 80/2 = എത്ര എന്ന് കിട്ടും? 40 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 40 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ ആംഗിൾ ഒ ബി സിയും ഈക്വൽ ടു ആംഗിൾ ഒ സി ബിയും ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 40 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. സോ ഈ രണ്ട് ആംഗിൾസ് എത്രയെന്ന് കിട്ടി? 40 എന്ന് കിട്ടി. ഇതും 40, ഇത് 100. ഓക്കെ ആണല്ലോ. ഇപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെ 3 ആംഗിൾസും അതുപോലെ ട്രയാങ്കിൾ ഒ ബി സിയിലെ 3 ആംഗിൾസും നമ്മൾ കണ്ടുപിടിച്ചില്ലേ? ഓക്കെ, ആൻസറായിട്ട് നമ്മൾ എഴുതി വെക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇൻ ട്രയാങ്കിൾ എ ബി സി, ഇൻ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 20 + 30 = 50. ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 20 + 40 = 60. ഓക്കെ, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30 + 40 = 70 എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. 3 ആംഗിൾസും കണ്ടുപിടിച്ചല്ലോ. 3 കൂടെ കൂട്ടുമ്പോൾ 180 കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അതുപോലെ ഇൻ ട്രയാങ്കിൾ ഒ ബി സി നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു 100, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 40, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 40. ഓക്കെ, എല്ലാം നമ്മൾ ചിത്രത്തിൽ തന്നെ എഴുതി വെച്ചാലും മതി. അല്ലാന്നുണ്ടെച്ചെങ്കിൽ എന്ത് ചെയ്യുക? ഇതുപോലെ എല്ലാവർക്കും സ്റ്റെപ്പായിട്ട് എഴുതി കഴിഞ്ഞാലും മനസ്സിലാവും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ഫിഗറിലോട്ട് പോയാലോ. രണ്ടാമത്തെ ഫിഗർ സെയിം ഇതേപോലെ തന്നെയാണ് സ്റ്റെപ്സ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഫിഗറിൽ നമ്മൾ ആദ്യം എന്ത് ജോയിൻ ചെയ്യണം? ഒ എ ജോയിൻ ചെയ്യണം അല്ലേ. സോ രണ്ടാമത്തെ ഫിഗറിൽ ജോയിൻ ഒ എ. ഓക്കെ ആണല്ലോ. ഒ എ നമ്മൾ എന്ത് ചെയ്ത് കൊടുത്തു? ഇതുപോലെ ഡോട്ടഡ് ലൈൻ ഇട്ടിട്ട് എന്ത് ചെയ്തു? ജോയിൻ ചെയ്തു. ഇവിടെ നേരത്തെ ഫിഗറിൽ നിന്ന് ചെറിയൊരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? നമുക്ക് തന്നിരിക്കുന്നത് ഏത് ട്രയാങ്കിളിൽ ഒ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിളിൽ ഒരു ആംഗിളാണ് നമുക്ക് തന്നിരിക്കുന്നത്. നേരത്തെ അങ്ങനെ തന്നിട്ടുണ്ടായിരുന്നില്ല. നമുക്ക് നേരത്തെ ഏതായിരുന്നു? എ ബി സി എന്ന് പറയുന്നതായിരുന്നു. സോ ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ചെറിയൊരു എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഓക്കെ, സോ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ താഴത്തെ ആംഗിൾ 40 തന്നിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലെ ആംഗിൾ 30 തന്നിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഞാൻ ഒ എ ജോയിൻ ചെയ്തു. ഒ എ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒരു ആംഗിൾ, ഒരു ട്രയാങ്കിൾ കിട്ടി. 3 ട്രയാങ്കിൾസ് കിട്ടി. അതിൽ ഒന്നാമത്തെ ട്രയാങ്കിൾ ഞാൻ കൺസിഡർ ചെയ്യും ട്രയാങ്കിൾ എ ഒ സി. ഇവിടെ എന്തുകൊണ്ട് എ ഒ ബി കൺസിഡർ ചെയ്യാൻ പറ്റില്ല? കാരണം അവിടുത്തെ ആംഗിൾ എന്ത് ചെയ്തിട്ടില്ല? തന്നിട്ടില്ല. സോ എ ഒ സി കൺസിഡർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ബേസ് ആംഗിൾസ് ഏത് രണ്ട് സൈഡ് ഈക്വൽ ആയിരിക്കും? ഒ സി ഈക്വൽ ടു ഒ എ ആണെന്ന് നമുക്ക് പറയാം. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ആംഗിൾ ഒ സി എ ഈക്വൽ ടു ഒ എ സി ഈക്വൽ ടു 30. അതുകൊണ്ട് ഈ ആംഗിൾ എത്ര എന്ന് കിട്ടും? 30 എന്ന് കിട്ടി. ഓക്കെ ആണല്ലോ. പക്ഷെ ഇപ്പോഴത്തെ സൈഡിൽ തരാത്തൊന്നും നമുക്ക് ആംഗിൾ എ ടോട്ടലായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമുക്ക് കൺസിഡർ ചെയ്യാം. അടുത്ത ട്രയാങ്കിൾ താഴെ ഒരെണ്ണം തന്നിട്ടുണ്ടല്ലോ, ആ ട്രയാങ്കിൾ കൺസിഡർ. ട്രയാങ്കിൾ ഒ ബി സി കൺസിഡർ ചെയ്തു. അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതിൽ രണ്ട് സൈഡ് ഈക്വൽ ആണ്. ഒ ബി ഈക്വൽ ടു ഒ സി റേഡിയസ് ആണല്ലോ. ആണെന്ന് ആയതുകൊണ്ട് അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ഈക്വൽ ടു 40 എന്ന് എഴുതാം. ഒരു ആംഗിൾ 40 ആണെന്ന് തന്നിട്ടില്ലേ. സോ അങ്ങനെയാണെങ്കിൽ മറ്റേ ആംഗിൾ എന്തായിരിക്കും? 40 ആയിരിക്കും. ഓക്കെ, സോ അതും 40 നമ്മൾ എഴുതി. സോ ഈ ആംഗിൾ 40 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നടുവിലുള്ള ബി ഒ സി എന്ന് പറയുന്ന ആംഗിൾ കണ്ടുപിടിച്ചൂടെ? എങ്ങനെ ബി ഒ സി കണ്ടുപിടിക്കുക? മൊത്തം 180 ആണ്. 180 എന്ത് ചെയ്യുക? ഈ രണ്ട് 40 കൂടെ കൂട്ടിയിട്ട് കുറച്ചാൽ മതി. സോ ആംഗിൾ ബി ഒ സി ഈസ് ഈക്വൽ ടു 180 മൈനസ് 40 + 40 അല്ലേ. സോ 180 മൈനസ് 40 + 40 എത്രയാണ്? 80 ആണ്. സോ അത് കൊടുത്താൽ 180 മൈനസ് എത്ര കിട്ടും? 100 എന്ന് കിട്ടും. സോ ആംഗിൾ ബി ഒ സി 100 ആണ്. ആംഗിൾ ബി ഒ സി 100 ആണെങ്കിൽ നേരത്തെ ആംഗിൾ ബി എ സി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100ൻ്റെ പകുതി ആയിരിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ
മറ്റേ ആംഗിളിൻ്റെ എന്തായിരിക്കും, പകുതിയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 100 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു എത്ര കിട്ടി? 15 കിട്ടി. അതിൽ ഒരു ആംഗിൾ എന്തായിട്ട് പോയി? 30 ആയിട്ട് പോയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാലോ ആംഗിൾ ബി എ ഒ ഈസ് ഈക്വൽ ടു, അതായത് ഈ ചെറിയ ആംഗിൾ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 50 മൈനസ് 30 ഇസ് ഈക്വൽ ടു 20 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ 20 ആണ് കിട്ടി. ഈ ആംഗിൾ 20 ആകുമ്പോൾ ഈ ആംഗിൾ ഓട്ടോമാറ്റിക്കലി എന്തായിരിക്കും? 20 ആയിരിക്കും. സോ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ 20 ആണ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആംഗിൾ എ ബി ഒ ഈസ് ഈക്വൽ ടു 20. കാരണം എന്താ? ബ്രാക്കറ്റിൽ നമുക്ക് എന്ത് എഴുതാം? ഒ എ ഈക്വൽ ടു ഒ ബി ആണല്ലോ. ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. സോ ബേസ് ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇപ്പോഴും നമ്മൾ എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചില്ലേ? അപ്പോൾ താഴെ എഴുതാം ഇൻ ട്രയാങ്കിൾ എ ബി സിയിൽ ആംഗിൾ എ ഈസ് ഈക്വൽ ടു 20 പ്ലസ് 30 ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടും. ആംഗിൾ ബി ഈക്വൽ ടു 20 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 60 എന്ന് കിട്ടും. ആംഗിൾ സി ഈസ് ഈക്വൽ ടു 30 പ്ലസ് 40 ഈസ് ഈക്വൽ ടു 70 എന്ന് കിട്ടും. മൂന്നും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടും. ഇൻ ട്രയാങ്കിൾ ഒ ബി സി ആണെങ്കിൽ ട്രയാങ്കിൾ ഒ ബി സി ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു 100, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 40, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 40. ഓക്കെ ആണല്ലോ. മനസ്സിലായിരിക്കും. നേരത്തെ അതേ സെയിം ആൻസർ തന്നെ വരും, പക്ഷേ രണ്ട് കണ്ടുപിടിച്ച രീതികൾ ഒന്ന് മുകളിൽ നിന്ന് താഴേക്ക് പോയി എന്നുള്ളൂ, മറ്റേത് താഴെ നിന്ന് മുകളിലോട്ട് വന്നു എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, മൂന്നാമത്തേലോട്ട് പോകാം. ഓക്കെ, മൂന്നാമത്തെ ഫിഗർ കൊടുത്തിട്ടുണ്ട്. 3 ഫിഗർ ഉണ്ട്. സോ വീഡിയോ കുറച്ച് ലെങ്തി ആണ്. സോ എന്ത് ചെയ്യുക, ശ്രദ്ധിച്ച് കണ്ടാൽ മതി കേട്ടോ. ഓക്കെ, സിമ്പിളാണ്. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാറുണ്ട്. സോ എന്തായാലും കാണാം. ഓക്കെ, ഇതിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? മാർക്കിങ്സ് തന്നിട്ടുണ്ട്. ഇത് കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആണ് നേരത്തെ ചെയ്യുന്നത് കേട്ടോ, ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, മാർക്കിങ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ ആംഗിൾ തന്നിട്ടുണ്ട്? ഈ മുകളിലെ ആംഗിൾ 40 ആണ്, ഇപ്പുറത്തെ ആംഗിൾ 70 തന്നിട്ടുണ്ട്. ഇത് രണ്ടും മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കുകയാണെന്ന് വെച്ചാൽ ഐസോസെലസ് ട്രയാങ്കിളൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. സോ അതിനേക്കാൾ എളുപ്പത്തിൽ വേറൊരു മെത്തേഡ് വെച്ചിട്ട് ചെയ്യുന്നതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ തിയറം വെച്ചിട്ട്. ഇവിടെ നോക്കിക്കേ, എ ബി എന്ന് പറയുന്ന ലൈൻ എടുത്തു. എ ബി എന്ന് പറയുന്ന ലൈനിൻ്റെ ബേസിൽ നിന്ന് എയിൽ നിന്ന് ഒയിലോട്ടും ഒയിൽ നിന്ന് ബിയിലോട്ടും പോകുന്ന ആംഗിൾ 40 എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേ സെൻറ്ററിലോട്ട് വന്ന ആംഗിൾ 40. അതേ ബേസിൽ നിന്ന് തന്നെ സർക്കിളിലോട്ട് പോകുന്ന അതിൻ്റെ എന്തായിരിക്കും? പകുതിയായിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് സിയിലോട്ടും സിയിൽ നിന്ന് നേരെ ബിയിലോട്ടും പോകുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 20 ആയിരിക്കും, അതിൻ്റെ പകുതി. സോ നമുക്ക് എഴുതാൻ പറ്റും എന്താണ്? ആംഗിൾ ബി സി എ ഈസ് ഈക്വൽ ടു 40/2 ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 20 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ എ സി എന്ന് പറയുന്ന ഒരു ലൈൻ നിങ്ങൾ കൺസിഡർ ചെയ്ത് നോക്കി. എ സി എന്ന് പറയുന്ന ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ എയിൽ നിന്ന് ഒയിലോട്ടും പിന്നീട് സിയിലോട്ടും പോകുന്ന ആംഗിൾ 70. അങ്ങനെയാണെങ്കിൽ എയിൽ നിന്ന് ബിയിലോട്ടും പിന്നീട് സിയിലോട്ടും പോകുന്ന ആംഗിൾ എന്തായിരിക്കും? 70ൻ്റെ പകുതി ആയിരിക്കും. സോ ആംഗിൾ ഏതായിരിക്കും? ആംഗിൾ എ ബി സി ഇസ് ഈക്വൽ ടു 70/2 ഇസ് ഈക്വൽ ടു 35 എന്ന് കിട്ടും. സോ ഈ ആംഗിൾ എത്ര കിട്ടി? 35 കിട്ടി. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇനി ഈ ഒ എന്ന് പറയുന്ന ഈ സെൻറ്ററിൽ രണ്ട് ആംഗിൾസ് ഉണ്ടാക്കിയിരിക്കുന്നത് 40ഉം 70ഉമാണ്. അത് രണ്ടും കൂട്ടിക്കഴിഞ്ഞാൽ എന്നിട്ട് 360 എന്ന് കുറച്ച് നമുക്ക് ഈ ഒരു വലിയ ആംഗിൾ കിട്ടത്തില്ലേ? ഓക്കെ, ഈ ഒരു വലിയ ആംഗിൾ കിട്ടും. ആ ഒരു ആംഗിൾ കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറയാം? ആംഗിൾ പുറത്തുള്ള ആംഗിളാണ്. സോ അത് മേജർ കോണിലുള്ളതാണ്. സോ ബി ഒ സി എന്ന് എഴുതാൻ പറ്റുമെങ്കിലും അത് പുറത്തു കൂടെയാണെന്നുള്ള ബോധം ഉണ്ടായിരിക്കണം. അങ്ങനെയാണ് വെച്ചെങ്കിൽ ബി ഒ സി, അത് എന്തിനാണ് കണ്ടുപിടിക്കുന്നത് എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ആംഗിൾ എ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്ത് കിട്ടും? 360 മൈനസ് 40 പ്ലസ് 70. 40 പ്ലസ് 70 എത്രയാണ്? 110 ആണല്ലേ. 360 മൈനസ് 110 ഇസിക്വൽ ടു എത്ര കിട്ടും? 250 എന്ന് കിട്ടും അല്ലേ. ഈ 250 എന്ന് പറയുന്ന ഈ ആംഗിളിൻ്റെ പകുതിയാണ് ഈ ആംഗിൾ എ എന്ന് പറയുന്നത് അല്ലേ. ആംഗിൾ എ എന്ന് പറയുന്നത് 250ൻ്റെ പകുതിയായിരിക്കും. കാരണം ഓൾട്ടർനേറ്റ് ഉണ്ടാക്കുന്ന ആർക്കുള്ള പകുതി ആയിരിക്കത്തില്ലേ. സോ ആംഗിൾ എ എന്ന് പറയുന്നത് ആംഗിൾ ബി എ സി ഇസ് ഈക്വൽ ടു 250/2 ഇസ് ഈക്വൽ ടു 125 എന്ന് കിട്ടും. ഓക്കെ, ഇത് ടോട്ടലാണ് 125 എന്ന് പറയുന്നത്. സോ എ ബി സി എന്ന് പറയുന്ന ആംഗിളിലെ എ ബി സി എന്ന് പറയുന്ന ഇതിലെ എല്ലാ ആംഗിൾസും കിട്ടിയില്ലേ? ഓക്കെ, അതേപോലെ തന്നെ ഇനി ഈ ആംഗിൾ 70ഉം 40ഉം 110 നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഐസോസെലസ് ട്രയാങ്കിൾ അല്ലേ.
ഒ ബി ഒ സി ഒരു റേഡിയസ് ആണ്. ഒ ബി ഈക്വൽ ടു ഒ സി റേഡിയസ് ആണ്. അത് ഐസോസറസ് ആയതുകൊണ്ട് അതിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആവണ്ടേ. ബേസ് ആംഗിൾസ് എന്ന് പറയുന്നത് എത്രയാണ്? മൊത്തം 180 180 മൈനസ് 40 പ്ലസ് 70 എത്ര കിട്ടും? 180 മൈനസ് 110 ഈക്വൽ ടു 70 എന്ന് കിട്ടും. ഈ 70ന് ഈക്വൽ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആംഗിളും കിട്ടില്ല. സോ ആംഗിൾ ഒ ബി സി ഈക്വൽ ടു ആംഗിൾ ഒ സി ബി ഈക്വൽ ടു എത്രയെന്ന് പറയാം? 70/2 ഈക്വൽ ടു എത്രയെന്ന് കിട്ടി? 35 കിട്ടി. ഓക്കെ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓരോ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ഇൻ ട്രയാങ്കിൾ എ ബി സി, എ ബി സിയിൽ ആരൊക്കെ ഉണ്ട്? ആംഗിൾ എ ഈസ് ഈക്വൽ ടു 125, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 35, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 20. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇൻ ട്രയാങ്കിൾ ഒ ബി സി, ഒ ബി സിയിലാണെങ്കിൽ ആംഗിൾ ഒ ഈസ് ഈക്വൽ ടു 110, ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 35, ആംഗിൾ സി ഈസ് ഈക്വൽ ടു 35. എ ബി സിയിലും ഒ ബി സിയിലും എല്ലാ ആംഗിൾസും കണ്ടുപിടിച്ചില്ലേ? ഓക്കെ, സോ ചുരുക്കി പറഞ്ഞാൽ സ്റ്റെപ്സ് ഒരുപാടുണ്ടെങ്കിലും സംഭവം എളുപ്പമാണ്. ആകെ നമ്മൾ എന്ത് തിയറം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ? ഒരു ട്രയാങ്കിളിൽ സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ മറ്റൊരു ആംഗിളിൽ എന്തായിരിക്കും? അതിൻ്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ആംഗിൾസ് അതെന്തായിരിക്കും? സെൻട്രൽ ഉണ്ടാക്കുന്നത് ഇരട്ടിയായിരിക്കും, മറ്റത് ഹാഫ് ആയിരിക്കും എന്നുള്ളൊരു തിയറും. പിന്നെ കുറച്ച് ഐസോസറസ് റേഡിയസ് രണ്ടും ഈക്വൽ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐസോസറസ് ട്രയാങ്കിൾ ആണെന്നും അതിൻ്റെ ബേസ് ആംഗിൾസ് എന്താണെന്നും ഈക്വൽ ആണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞത്. കുറച്ചധികം സ്റ്റെപ്സ് ഉണ്ട്, വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്, നന്നായിട്ട് കാണാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.